വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. പല കുട്ടികളും വഴിതെറ്റാൻ കാരണമായ ഒരു കാര്യം അനാവശ്യമായ മാതാപിതാക്കളുടെ കുറ്റപ്പെടുത്തലുകളാണ്. അതായത് മയക്കുമരുന്ന് അവൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആരോ പറഞ്ഞത് കേട്ട് ഇവനോട് നീ മയക്കുമരുന്ന് എപ്പോഴാടാ തുടങ്ങിയത് എന്ന് ചോദിക്കുക. പറഞ്ഞ ആളത് കണ്ടിട്ടില്ല, അയാൾ മറ്റാരോ പറഞ്ഞത് കേട്ടായിരിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവൻ മയക്കുമരുന്ന് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ജീവിതത്തിൽ. ഞാൻ അങ്ങനെയുള്ള കേസുകൾ പലരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഏതൊരു സംഘത്തിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഇവൻ മിഠായി വാങ്ങി തിരിച്ചു വന്നപ്പോൾ ആ മയക്കുമരുന്നിൻ്റെ ആളുകൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതിന് അവരുമായിട്ട് ഒരു കണക്ഷനും ഇവനില്ല. പക്ഷെ പറഞ്ഞുണ്ടാക്കിയാലാണ് അവനും അതിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് മാതാപിതാക്കളുടെ അടുത്ത റിപ്പോർട്ട് എത്തിക്കുന്നു. മാതാപിതാക്കൾ അവനോട് ഷൗട്ട് ചെയ്യുന്നു, ഇനി മേലിൽ നീ മയക്കുമരുന്ന് ഉപയോഗിച്ച് പോയത്. അവസാനം ഇവൻ എന്നാൽ പിന്നെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ എന്ന ചിന്തയിലേക്ക് എത്തുന്നു. ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു പണിയില്ലാതിരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ മക്കളുടെ പലരുടെയും തെറ്റ് കണ്ടെത്താൻ വേണ്ടി മാത്രം ഇരിക്കുന്നത്, തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പടച്ചു വിടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പക്ഷേ ഒരു അടി നടന്നപ്പോൾ നോക്കി നിന്നതായിരിക്കും. അവന് സ്ഥിരം സ്കൂളിൽ തല്ല പരിപാടി, അടി. അവന് സ്കൂളിൽ പോകുന്നത് തന്നെ അടി കൂടാനാണ്. ഇവൻ തല്ല് നോക്കി നിന്ന് അല്ലെങ്കിൽ പിടിച്ചു മാറ്റിയതായിരിക്കും ആകെ ഉണ്ടായത്. അത് ആകെ വശം. അപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഉറപ്പില്ലാത്ത കാര്യം അവരെക്കുറിച്ച് നമ്മളവരെ ലേബൽ ചെയ്യാൻ പാടില്ല. അവൻ ചെയ്തു എന്ന് കൃത്യമായ ബോധ്യമില്ലാത്ത കാര്യം ചെയ്തു എന്ന് പറയരുത്. ചോദിക്കാം, മോൻ എങ്ങനെ കേട്ടു, ശരിയാണോ എന്ന് ചോദിക്കാം. തെളിവില്ലാതെ നമ്മൾ ഒരിക്കലും അവനെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ സ്വഭാവത്തിലേക്ക്, ലേബൽ ചെയ്യപ്പെട്ട കള്ളുകുടിയൻ എന്നാണെങ്കിൽ അതിലേക്ക്, മയക്കുമരുന്നിൻ്റെ ആൾ എന്നാണെങ്കിൽ അതിലേക്ക്, പ്രശ്നക്കാരൻ എന്നാണെങ്കിൽ അതിലേക്ക് അവൻ പോകാൻ സാധ്യതയുണ്ട്. ഒരു കേസ് ഞാൻ കണ്ടത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുമായിട്ട് പലരും ചേർത്ത് പറഞ്ഞു. ഇവനൊരു സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ ചേർത്ത് പറഞ്ഞപ്പോൾ വീട്ടുകാരും അത് കേട്ടോ, വീട്ടുകാരും അവനെ കുറ്റപ്പെടുത്തി. അവസാനം അവൻ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ പ്രണയിച്ചു. ഏതായാലും നിങ്ങളൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ ആക്കിയില്ല, ഇനി ഞാൻ പ്രണയിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവൻ പ്രണയം തുടങ്ങി. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അതിനെക്കുറിച്ച് സമയം വേണം. കേട്ട പാതി കേൾക്കാത്ത പാതി എന്തൊക്കെയോ അടിച്ചു വിടുന്നൊരു സാഹചര്യം നിർത്തിയിട്ട് എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കാൻ മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും അത്. മാത്രമല്ല, ഈ മക്കൾ നിങ്ങൾക്കെതിരെ, മാതാപിതാക്കൾക്കെതിരെ, ഇതുവരെ എൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന രീതിയിൽ നമുക്കെതിരെ തിരിയാനും ഭാവിയിൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും നമ്മൾ പരിഗണിക്കാത്ത അവരുടേതായൊരു ജീവിതം തേടി പോകുന്ന അവസ്ഥ ഉണ്ടാവാനും അവർ വഴിതെറ്റി പോകാനൊക്കെ അത് കാരണമാകും.